ബ്ലണ്ടഡ് ടോക്ക് വിത്ത് ശരത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ഭൂമി അല്ലാത്ത മറ്റൊരു പാരലൽ വേൾഡിലേക്ക് യാത്ര പോവാണ് ഗൈസ്. എങ്ങോട്ടാന്നല്ലേ, നമ്മൾ അവിടെ ഒരു പ്രത്യേക ഒരു മനുഷ്യനെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരേ ഒരു മനുഷ്യനെയാണ് കേട്ടോ കണ്ടെത്തിയിരിക്കുക, നമ്മുടെ മൈത്രേയണ്ണൻ. ഭൂമിയിലെ യാതൊരു റൂൾസോ റെഗുലേഷനോ ഒന്നും ബാധകമല്ലാത്ത, ഭൂമിയിലെ സാധാരണ മനുഷ്യന്മാർ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു ജീവിതം നയിക്കുക നമ്മുടെ മൈത്രേയണ്ണൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പുള്ളിയുടെ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട്, പുള്ളിയുടെ ജീവിതത്തോടുള്ള ഒരു പാഷൻ, ഒന്നും പറയേണ്ട കേസ്, ഒന്നൊന്നര പാഷനാണ്. എന്തായാലും നമുക്ക് ഈ മൈത്രേയണ്ണൻ്റെ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കൊന്ന് കാണണം കേട്ടോ. ചിലർ കണ്ടിട്ടുണ്ടാവും ഇന്നതിനെ, പക്ഷെ ഒന്നുകൂടെ കാണാത്തവരൊന്നും കാണുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈത്രേയണ്ണനെ ഒന്ന് കണ്ടാൽ മതി. മൈത്രേയണ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ മതി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും ജസ്റ്റ് മൈത്രേയണ്ണൻ്റെ ഈ അപ്രോച്ച്, ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാം കണ്ടിട്ട് നമുക്ക് ഒന്ന് വിലയിരുത്തി നോക്കാം എങ്ങനെയുണ്ട് മൈത്രേയണ്ണൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. അപ്പം ബ്ലണ്ടഡ് ടോക്കിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം. മൈത്രേയണ്ണ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? അല്ല മൈത്രേയണ്ണ, ഈ ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വിശേഷം അറിയാൻ വേണ്ടിയില്ലേ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല, തനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല. ഒന്നോ രണ്ടോ ചെറിയ എന്റെ സംശയങ്ങൾ, ഈ ലോകത്തെ കുറിച്ചുള്ള എല്ലാം അറിയുന്ന ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഞാൻ ഇവിടുന്ന് എണ്ണീറ്റ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അയ്യോ എന്റെ പൊന്നാണ്, എണീറ്റ് പോലെ പ്ലീസ്. എനിക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട്, ഒന്നും അത് കഴിഞ്ഞോട്ടെ പ്ലീസ് അണ്ണാ. എന്നാ എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല അണ്ണാ, അതുകൊണ്ടല്ലേ അണ്ണന്റെ അടുത്ത് ചോദിക്കുന്ന. അണ്ണനൊന്ന് പറഞ്ഞു താണ്. പറയുന്ന കേക്ക്. ഓക്കെ അണ്ണാ, ഓക്കെ. ഞാൻ ഉത്തരം പറയുന്നില്ല, മനസ്സില്ല. അണ്ണ തുടക്കത്തിലെ തന്നെ അണ്ണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന? അണ്ണനൊന്ന് സഹകരിക്കണ്ണ. ഒരു കാര്യം പറയാം, അണ്ണന് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാതെ ആയിരിക്കും ഞാൻ ഈ ചോദിക്കാൻ പോകുന്നത്. അണ്ണനെ പേഴ്സണലായി ഒരിക്കലും ഇത് ബാധിക്കില്ല. ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളണ്ണ, എൻ്റെ ഉറപ്പ്. കഴിഞ്ഞണ്ണ ഇത്രയേ ഉള്ളണ്ണ, എനിക്ക് ഇത്ര ചോദിക്കാനുള്ളണ്ണ. അണ്ണനോടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അണ്ണൻ എങ്ങനെയണ്ണ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട? അത് പറഞ്ഞിട്ട് വേണമല്ലോ ഇയാൾക്ക് സാധനം മേടി വെക്കാൻ. അണ്ണൻ മനസ്സിലാക്കി കളഞ്ഞ അണ്ണന്റെ ഒരു ഐഡിയ, അണ്ണന്റെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞോണ്ടല്ലോ, വിമാനമാണണ്ണ, വിമാനം. പിന്നെ എനിക്ക് മറ്റൊരു സംശയം ഉണ്ട് കേട്ടോ, ഈ കുടുംബത്തെക്കുറിച്ച്, ഈ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എന്താണ് അണ്ണന്റെ അഭിപ്രായം? ആളുകൾ പറയാം എനിക്ക് കുടുംബങ്ങളെ പറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയധികം കുടുംബത്തിൽ താമസിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും? അണ്ണൻ ഒരു പുലി തന്നെ കേട്ടോ. അണ്ണൻ ഇതിന് മാത്രം കുടുംബം ഉണ്ടെന്നാ? നാട്ടിലുള്ള മനുഷ്യരുടെ ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അതാണ് എൻ്റെ ഏറ്റവും എൻ്റെ ഒരു സ്വത്ത്. അല്ലണ്ണ, ഒരു സംശയം, ഇങ്ങനെ പല വീടുകളിലൊക്കെ പോയി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ അണ്ണ? ആദ്യം ഒരു മുറിയിൽ ഒന്നിച്ച് കിടക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും, അത് കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കും, അത് കഴിഞ്ഞിട്ട് 2 മുറിയിൽ താമസിക്കും, അത് കഴിഞ്ഞിട്ട് 2 അപ്സ്റ്റെയറും ഡൗൺ സ്റ്റെയറും താമസിക്കുന്നതാണ് ഈ സകല വീടും. അത് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പല ആൾക്കാരോട് താമസിക്കുന്നതെന്നാ? ഒരു സമയത്ത് 2-3 ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ പല വീടുകളിൽ പോയി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ ആദ്യമുള്ള വീട്ടിലെ ഭാര്യയൊക്കെ പ്രശ്നമാക്കുമല്ലേ? അതാ ഞാൻ ആലോചിക്കണേ, അവർ നമ്മളുടെ ശരിക്കുള്ള ഒരു സോൾമേറ്റ് അല്ലേ അണ്ണ? ജീവിതകാലം മുഴുവൻ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ പള്ളിക്കാരന്മാരൊക്കെ ഉണ്ടാക്കുന്നത്. ആ തരത്തിലുള്ള പഠിപ്പിച്ചുണ്ടാക്കുന്ന മാനസിക രോഗികളെ ഒന്നിച്ച് താമസിപ്പിച്ചിട്ട് തമ്മിൽ അടിച്ച്, എൻ്റെ പൊന്നെ, മനുഷ്യര് അവരവരുടെ ഫങ്ഷൻസ് തീർന്നു കഴിയുന്നു എന്നറിയുമ്പോൾ അതിനകത്തൊന്ന് വിരമിക്കാനുള്ള അറിവുണ്ടാക്കണം. ആ അറിവാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അത് ശരി. അപ്പൊ നമുക്ക് ഈ ക്രിക്കറ്റ് കളിയിലൊക്കെ റിട്ടയർമെന്റ് ആവുന്നു, സർക്കാർ ജോലിയിലൊക്കെ റിട്ടയർമെന്റ് ആവുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഒരു കുടുംബം നടത്തി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ മടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിട്ടയർമെന്റ് ആകാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് അണ്ണൻ പറയുന്നത് അല്ലേ അണ്ണ? അങ്ങനെ വരട്ടെ. ഞാൻ എന്തൊരു മണ്ടന, ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ചൊരു കുട്ടിയായിട്ട് കുറേ കാലമായി എണ്ണ താമസിക്കുന്നു. പക്ഷെ എനിക്ക് റിട്ടയർമെന്റ് ഒക്കെ ചെയ്യായിരുന്നല്ലേ എണ്ണ? അതല്ലേ ശരിയായിട്ടൊരു നീക്കെന്ന് പറയുന്നത്. ഞാൻ വെറുതെ മണ്ടൻ ഇത്രയും കാലം സമയം കളഞ്ഞെണ്ണ, അണ്ണനെ കണ്ടു പഠിച്ചാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാൻ? അല്ലെണ്ണ, അണ്ണൻ ഇപ്പൊ അപ്പൊ വേറെ ബന്ധങ്ങളിലേക്ക് പോയപ്പോ ഒന്നും വൈഫൊന്നും പറഞ്ഞില്ല അണ്ണനോട്? അല്ലെ എനിക്കൊരു ടിപ്സ് വേണേ. നമ്മളിപ്പോൾ വേറെ ബന്ധങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അണ്ണൻ എന്താണ് അവരുടെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ആക്കിയെന്ന് നമുക്ക് പറഞ്ഞ് നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ അണ്ണ, അതുകൊണ്ട് ചോദിക്കുന്ന അണ്ണ.
എന്ന് പറഞ്ഞാൽ ടൈമും അറ്റൻഷനുമാണ് എല്ലാ പ്രണയത്തിൻ്റെ കീഴിലുള്ളത്. ഓ അത് ശരി. അപ്പൊ ടൈമും അറ്റൻഷനുമാണ് ഇതിന് വേണ്ടത്. വെറുതെ ഞാനൊക്കെ കഷ്ടപ്പെട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയച്ച് എന്തിനോ സമയം കളഞ്ഞ് അണ്ണനെ ഫോളോ ചെയ്താൽ മതിയായിരുന്നു. അണ്ണനെ ഫോളോ ചെയ്യുന്ന ഒന്നല്ല 100 കുടുംബം ഇന്ന് ഉണ്ടാക്കാറുണ്ടെന്നാ. നിങ്ങൾ ദൈവമാണ് കേട്ടോ, ദൈവം. അല്ലണ്ണ, അപ്പൊ നമുക്ക് ഈ ഒരുപാട് പൈസ ചെലവ് വരുമല്ലേ അണ്ണ? ഈ ഒരു കുടുംബത്തിനെ നോക്കി അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതൊരാളെ പോയി കല്യാണം കഴിക്കുക. അപ്പൊ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെലവല്ലേ അണ്ണ? ഈ പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാതെ താൻ ഇനി എത്ര കോടി പണം ഉണ്ടാക്കിയാലും തനിക്ക് ഉപയോഗിക്കുന്നതിനൊരു അതിലുണ്ട്. എന്തിനാ പണം ഉണ്ടാക്കുന്ന അണ്ണ? നമുക്ക് തിന്നാനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? പണം ഇത്ര കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും അറിയണം, വേറെ ഒന്നിനുമല്ല. അല്ലണ്ണ, അണ്ണന് കുറെ സമ്പാദ്യമൊക്കെ ഉണ്ടോ? അണ്ണൻ ഇങ്ങനെ 3-4-5 കല്യാണമൊക്കെ കഴിച്ചല്ലേ? എന്തായാലും അണ്ണൻ പൈസ വേണ്ടെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പൈസ വേണ്ട അണ്ണ. രണ്ടാമതൊരു ബന്ധമൊക്കെ നടത്തണേലും മൂന്നാമതൊരു ബന്ധമൊക്കെ നടത്തണേലും അണ്ണന് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് അണ്ണ. ഞാൻ ഉണ്ടാക്കിയ ഓരോ രൂപയും ചെലവഴിക്കും. എന്റെ ചുറ്റിനും വന്ന മുഴുവൻ മനുഷ്യരുടെ ജീവിതത്തിനകത്ത് അത് പോയിട്ടുണ്ട്. അല്ലണ്ണ, എനിക്ക് മനസ്സിലായില്ല അണ്ണൻ പറഞ്ഞത്. ഞാൻ പറയുന്ന സാധനം കേൾക്കാമെങ്കിൽ ഇയാൾക്ക് മനസ്സിലാവും. ഓക്കെ അണ്ണ, അണ്ണൻ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. അപ്പൊ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ലോകത്ത് ഞാൻ ഈ പറയുന്ന സാധനമൊക്കെ ലോകത്ത് റിസോഴ്സസ് ഉണ്ടാക്കുന്ന ആളിന് ഇണയെ കൂടുതൽ കിട്ടുമെന്ന് അറിയുന്നത് പുരുഷന്മാര് കൃഷിക്കാലത്ത് ഉണ്ടാക്കിയതാണ്. എന്നാൽ ഇണകളെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു പുരുഷനും ലോകത്തില്ല. അല്ലണ്ണ, ഈ കൃഷിയും കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ തമ്മിൽ എന്താ ബന്ധം? കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ ആരംഭിക്കുന്നത് കൃഷിയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ഥലത്താണ്. റിസോഴ്സസ് ഉണ്ടാകുന്ന പുരുഷന്മാർക്ക് ഇണയെ കൂടുതൽ കിട്ടുമെന്ന് കണ്ടുപിടിക്കുന്ന വഴിയാണ് റിസോഴ്സസ് കൂടുതൽ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിച്ചത്. ഇനി അണ്ണൻ കരുതിയേക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കൃഷിയായിട്ടാണോ? തന്റെ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന സാധനം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തനിക്ക് പിന്നെ അത് പറയാൻ ഒക്കത്തില്ല. അണ്ണ പിന്നെ തുടങ്ങി അണ്ണൻ ഇങ്ങനെ ദേഷ്യപ്പെടാനും പെടങ്ങാനും. മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക. അതിന് പകരം താൻ ഹാഷ്മിയാകാൻ ശ്രമിക്കണ്ട. എന്റെ പൊന്നെണ്ണ, ഞാൻ ഹാഷ്മി ഒന്നും അല്ല. അയാൾ വലിയ ആളല്ലേ, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എനിക്ക് എന്തറിയാം അണ്ണൻ എന്താണ് ഈ പറയണത്? അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത ഒരു ഡിസ്കഷൻ ആയിട്ട് വേണ്ട. ഒരുപാട് ആൾക്കാർ അണ്ണനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അണ്ണൻ്റെ അഡ്വൈസ് കേൾക്കാനൊക്കെ ആയിട്ട്. അണ്ണൻ ഇങ്ങനെ ഒരു പ്രയോജനം ഇല്ലാതെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര അടിയായിരിക്കും. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അണ്ണ. അതുകൊണ്ട് അണ്ണൻ ഒരു പ്രയോജനമില്ലാത്തൊരു ഇന്റർവ്യൂ ആക്കി മാറ്റല്ലിത്, ഒരു ചോദ്യങ്ങളാക്കി മാറ്റല്ലിത്. അതുകൊണ്ട് അണ്ണൻ എന്ത് ചെയ്യണം? അണ്ണൻ വളരെ താത്വികമായി ആലോചിച്ചിട്ട് വേണം അണ്ണൻ ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. ധനം ഉണ്ടാകുക എന്ന് പറയുന്നത് കൂടുതൽ ഇണകളെ കിട്ടുമെന്നുള്ള തിരിച്ചറിവ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ പുരുഷൻ ഉണ്ടായപ്പോഴാണ് ധനം ഉണ്ടാക്കി നമ്മൾ ഈ പറയുന്ന നാടിനകത്ത് കൃഷിസ്ഥലങ്ങളെല്ലാം ഓണർഷിപ്പ് ഉള്ള ആൾക്കാർ വളഞ്ഞു കെട്ടി തുടങ്ങുന്നത്. ഭൂമി മുഴുവനും ഓരോരുത്തരുടെ ആക്കി മാറ്റുന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഓഹോ, അപ്പൊ കൂടുതൽ കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇണയെ കിട്ടുമെന്നാണോ അണ്ണൻ പറയുന്നത്? അങ്ങനെ പൊളിക്ക് നാളെ തന്നെ ഞാൻ ഒരു 10 ഏക്കർ പാടം മേടിച്ച് അതിൽ നെല്ലൊക്കെ അങ്ങോട്ട് വിതറിയിട്ടുണ്ടല്ലോ, ഫുള്ള് കൃഷിയായിരിക്കും, നമുക്ക് കൂടുതൽ ഇണയെ കിട്ടുമല്ലോ അല്ലേ അണ്ണ? അതുകൊണ്ടാ തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല. പറഞ്ഞു എന്ന് വരുത്തണമെന്ന് തന്റെ ആഗ്രഹം അല്ലെന്ന് അറിയാനല്ല. എനിക്ക് ആദ്യമേ അജണ്ട ഉണ്ട്. എന്റെ പൊന്നാണ് എന്ത് പറയുന്നത്? എനിക്ക് എന്ത് അജണ്ട അണ്ണ? ഇനി അടുത്തത് ശരിക്കും പറഞ്ഞ അണ്ണായി, അണ്ണൻ എന്താണ് ഈ പൊതുവെയുള്ള സമൂഹത്തോടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തലയിൽ മുണ്ടിട്ട് ഉണ്ടാക്കുന്ന ബന്ധങ്ങളും രഹസ്യ ബന്ധങ്ങളുടേതായ കലവറയുണ്ടാക്കി വെച്ചിരിക്കുന്ന നാടാണിത്. അണ്ണൻ ഇതിനിടയ്ക്ക് വന്നിട്ട് നമ്മുടെ ഇയാളില്ലേ, നമ്മുടെ ബിഗ് ബോസിലൊക്കെ വിജയിച്ച അഖിൽമാരാറില്ലേ, അഖിൽമാരാർ അണ്ണനെതിരെ എന്തോ പറഞ്ഞ് അണ്ണനെ ട്രോൾ ചെയ്യുന്നൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ. അണ്ണൻ അതിനുള്ള അഭിപ്രായം എന്താണ്? ഇയാൾ ഈ പറയുന്ന ഒന്നും കണക്ക് പ്രകാരം ശരിയല്ല, തെറ്റാണ്. തൻ്റെ അറിവെല്ലാം അതിനകത്തേക്ക് പറഞ്ഞ് നാട്ടുകാർക്കായിട്ട് ഉദ്ബോധനം ചെയ്യും. വെറുതെ എന്നെ കൊണ്ട് മതിക്കാം. താൻ ഇനി എത്ര പരത്തിയാലും അതിൻ്റെ അറ്റം കരിഞ്ഞു പോത്തി. എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കല്ല. നിങ്ങൾ അതെല്ലാം അനുസരിച്ചിട്ട് ചത്തു. അണ്ണന്റെ ചിരിയിലൂടെ എനിക്കെല്ലാം മനസ്സിലായി കേട്ടോ എന്താ ഉദ്ദേശം. ഒരു കുടുംബത്തിൽ അടങ്ങരുത്, രണ്ടാമതൊരു കുടുംബം വയ്ക്കണം, അതും രാജ്യത്തിന്റെ അപ്പുറത്തെ സൈഡിൽ. രണ്ടാമത്തെ കുടുംബത്തിൽ നിർത്തരുത്, മൂന്നാമതൊരു കുടുംബം തുടങ്ങണം, വേറൊരു ജീവിത ശൈലിയിൽ. ആദ്യത്തെ 2 കുടുംബങ്ങളായിട്ട് അധികം സമയം ചെലവഴിച്ചിട്ട് മൂന്നാമത്തെ കുടുംബത്തിന്റെ കൂടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കണം. സൈനികനായ അവന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് പാർട്ടിക്ക് പോയി ഈ കാര്യം പറഞ്ഞ് അങ്ങേർക്ക് അറ്റാക്ക് വരുത്തണം. എന്നിട്ട് അതിന്റെ മരുപ്പിന് പോകരുത്. കാരണം നമ്മൾ ഓർക്കണം, നമുക്ക് വേറെ 2 കുടുംബങ്ങളും ഒരു മാരത്തോണും ഉണ്ട് ഓടാൻ. ഇവനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അനുവദിക്കരുത്. പകരം അവന്റെ ലൈഫിനെ അവനിൽ നിന്ന് ഒഴിപ്പിച്ചു വിടണം. ആ കുറ്റത്തിന് മാത്രമായി ജയിലിൽ പോകരുത്.
എല്ലാവരെയും നിരത്തി പിടിച്ച് കൊണ്ടിട്ട് വേണം പോകാൻ. അത് മാത്രമല്ല, ആരുടെ മുന്നിലും തല കുണിക്കരുത്. ഒരു മെസ്സേജ് വിടണം, നമ്മൾക്ക് നരകത്തിന് പേടിയില്ലാന്ന്. ആ വ്യക്തമായി പറഞ്ഞത് ഈ ഓഡിയൻസ് മുഴുവനും മനസ്സിലാവും.